എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖമായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ തുടങ്ങുക. അന്നേരം ഞാൻ വിചാരിക്കുമോ ഇവരിപ്പോൾ എന്താ നമ്മളെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ നേരം വിളിക്കുമ്പോൾ. പക്ഷെ അതോരെയും കാത്ത് നിൽക്കുന്നവരോട് അത് പറയൽ നിർബന്ധമാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായത്. ഒരാളാണെങ്കിൽ ഒരാൾ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കൊന്നും ആരും കമൻ്റ് ഇടുവാനോ എൻ്റെ വീഡിയോന് കാത്ത് നിൽക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കതൊരു പുതുമയായിട്ട് തോന്നും. ഒരുപാട് ആൾക്കാർ വീഡിയോൻ്റെ അടിയിൽ കാണാം ഇത്താൻ്റെ വീഡിയോ ഇന്ന് വന്നിക്കില്ലാലോ കണ്ടിക്കില്ലാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് വീഡിയോ വന്നത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതിന് എന്തുകൊണ്ടാണ് ഇത്ത വീഡിയോ ഇടാത്തതെന്ന്. പിന്നെ വീഡിയോ ഇടുന്നവരും പറയുന്നൊക്കെ ഒരുപാട് ആൾ വാട്സപ്പിൽ ചോദിച്ച് എന്താ വീഡിയോ ഇടാത്തത്. നമ്മളൊന്നും പിന്നെ ഒരു കൊല്ലം ഒന്നായിട്ടിട്ടില്ലെങ്കിലും ആർക്കതൊരു വിഷയമല്ലല്ലോ. നമ്മളൊന്നൊരു എന്താ പറയുക യൂട്യൂബേഴ്സ് ആയിക്കില്ലല്ലോ, ആകുന്നല്ലേ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറയാൻ വിട്ടുപോയി. ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കിക്ക്, ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിക്ക്, പിന്നെ മീൻകായ ഉണ്ടാക്കിക്ക്, ചിക്കൻ കറി ഉണ്ടാക്കിക്ക്, ഇന്നലത്തെ മീൻ വരട്ടിയുണ്ട്. യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ബിലീസ് എല്ലാവരും പറയും നിസ്കരിക്കുമ്പോൾ ഓതുമ്പോൾ ബിലീസ് ഉണ്ടാവുക, എനിക്കുണ്ടാവുക യൂട്യൂബ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ബലാല് പിടിച്ച് ബിലീസ് എപ്പം നോക്കുമ്പോൾ ഉണ്ടാവുക ആ വീടിന്. അതിൻ്റെ ബാക്കി ചൂട് പറയാത്തതാണ് നല്ലത്. എനിക്ക് മാത്രമാണോ ഇങ്ങനെ ചൂട്? ഇവിടെ ഒറ്റ നില പുരയോ ഒന്നും മാവും മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തോ അറിയില്ല, ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മളെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, അടുക്കള എന്നും പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ ഒരു തട്ടിക്കൂട്ട് അടുക്കളയാക്കിക്ക്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഗ്രിൽസ് പൂട്ടി. എന്നിട്ട് നമ്മളെ അടുക്കളയിലേക്ക് വന്ന് നോമ്പോർക്കുന്നതെല്ലാം ഉണ്ടാക്കുക. ഒരു ചെറിയൊരു ജാഗ പോലെയോ എന്നാ പറയുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോമ്പോർക്കുമ്പോഴത്തേക്കുള്ള ചായ എല്ലാം ഉണ്ടാക്കി. പിന്നെ പെട്ടെന്ന് ബാങ്ക് കൊടുത്തേക്ക്. ആദ്യമെല്ലാം നോക്കി നിൽക്കും ബാങ്ക് കൊടുക്കാനായോ. ഇപ്പം വിചാരിക്കും ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ നമ്മളെ ഊത് കത്തിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനും കത്തിച്ച്. നല്ല കാറ്റും ഇടീൻ്റെ എല്ലാം ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് മഴ ഉണ്ടാവും. നോമ്പ് തുറന്നിട്ട് മലപ്പുറത്തെല്ലാം ഇന്ന് മഴയാണ്. എന്തോ ഒരു ചൂട്. ഇവിടെ ഇന്ന് 38 അങ്ങനെ എങ്ങാനാന്ന് തോന്നുന്നു ഡിഗ്രി. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ചൂടുണ്ടോയെന്നൊന്ന് പറയണേ. എല്ലാവരും നോമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയാം. എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബർ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.